രണ്ടാമത് ജനങ്ങൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു, നാളെ ആൾക്കാർ പണിക്കൊക്കെ ഇറങ്ങണം അല്ലേ? അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? പ്രൊട്ടക്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ കാവൽക്കാര് RRT ടീമിനെ കാവൽക്കാരെ ഇന്ന് തന്നെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ തന്നെ വിന്യസിക്കും. RRT ടീമിനെ അങ്ങോട്ട് ഇറക്കും ആ പരിസരത്തേക്ക്. അപ്പൊ ജനങ്ങൾക്ക് സുരക്ഷത വേണമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാവൽക്കാരെ RRT ടീമിനെ നമ്മൾ ഇന്ന് തന്നെ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുന്നത്. കാരണം ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് ആ പരിസരത്ത് അത് കാണും. അതുകൊണ്ട് നമുക്ക് അതിനെ കാവൽ ഏർപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്ന് തന്നെ കാവൽ ഏർപ്പെടുത്തും. അതാണ് രണ്ടാമത്തെ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് കൂടും കൂടി വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടും കൂടി നമുക്ക് ഇന്ന് തന്നെ കൂട് വെക്കാനുള്ള ഏർപ്പാട് നമ്മൾ പൊതുവായിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഫെൻസിങ് എന്ന് പറഞ്ഞാല് ഫെൻസിങ്ങിന് ഞാൻ തന്നെ ഫണ്ട് വെച്ചതാണ്. MLA ഫണ്ട് തന്നെ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. 2ഉം 3ഉം വട്ടം നമ്മൾ അത് ടെൻഡർ പോകാത്ത കൊണ്ടാണ് ഡിലേ ആവുന്നത്. ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ പറയണ്ട, ഞാൻ പറയട്ടെ. അപ്പോ അത് ഒന്നും കൂടി ടെൻഡർ ചെയ്തിട്ട് വേഗത്തിലാക്കാനും അല്ലെങ്കിൽ ജനങ്ങളെ തന്നെ ആ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതല്ലേ ഇപ്പൊ മറ്റേ ഇതുണ്ട് BSS ഒക്കെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് ജനകീയ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ആലോചിക്കുന്നിടത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ കുടുംബത്തിന്റെ ജോലിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ജോലി സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഭർത്താവ് താൽക്കാലികമായിട്ട് ഇപ്പൊ വാച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുടുംബക്കാർ പറഞ്ഞിട്ടുള്ളത് വെച്ചാല് മക്കളിൽ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ പോറശുകാരെ അങ്ങനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് മന്ത്രി തന്നെ ആ ഉത്തരവാദിത്തം ഏൽക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ അത് ഉന്നയിക്കാനും അത് കൊണ്ടുവരാനും മന്ത്രി തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് അവരെ സംബന്ധിച്ചുള്ളത് കോമ്പൻസേഷനാണ്. കോമ്പൻസേഷൻ നിലവിലുള്ള 10 ലക്ഷമാണ് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ 1 ലക്ഷം കൂടി 11 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. അതിൽ 5 ലക്ഷം നമ്മൾ ഇന്ന് തന്നെ കൊടുക്കും. ബാക്കി അവരുടെ കുടുംബ സർട്ടിഫിക്കറ്റും അവകാശ സർട്ടിഫിക്കറ്റും ഉന്നയിക്കുന്നവർക്ക് ബാക്കി കൂടി നാളെയോ മറ്റന്നാളോ എപ്പോഴാണ് അവർ ലഭ്യമാക്കുന്നത് അപ്പൊ തന്നെ ആ കാര്യങ്ങളും നമ്മൾ കൊടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പൊതുവായിട്ട് ആലോചിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ഉള്ളത്, നമുക്ക് സംഭവിച്ചു പോയി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.